ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടോണിയുടെ കോളിന് വേണ്ടി അവിടെ മെറും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഫോൺ എടുക്കും, നോക്കും, കുറേ നേരം നോക്കും, ഇരിക്കും. ആ സമയത്ത് ടോണിയുടെ കോൾ വന്നതിന് ശേഷം ഇങ്ങനെയാണെന്നുള്ള കാര്യം ആങ്ങളയോട് നാത്തവും പറഞ്ഞു കൊടുക്കുന്നു. വീണ്ടും ഫോൺ എടുത്ത് ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ വിളിക്കും. ആ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവരുടെ വീട്ടിൽ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ മനുവിൻ്റെ വീട്ടിലാണ്. മനുവിൻ്റെ വീട്ടിലാണെങ്കിൽ അലീനയോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം. അലീന തൊടുന്നത് കുറ്റം, അലീനയ്ക്ക് നാണവും മാനവും ഇല്ലാത്തതുകൊണ്ട് അലീന ഇങ്ങനെ ഇവിടെ വന്ന് കെട്ടിക്കിടക്കുന്നതെന്നൊക്കെയാണ് വൈജ പറയുന്നത്. വൈജയ്ക്ക് കിട്ടിയ അവസരം വൈജ വെറുതെ കളയിലല്ല. വൈജ അലീന എങ്ങനെയൊക്കെ മോശക്കാരിയാക്കാവോ അതെല്ലാം നോക്കുവാണ്. പക്ഷെ അലീന തീരുമാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് പോകണം എന്നുള്ളതാണ്. അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന അലീന എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക. പക്ഷെ അതിന് മനുവിൻ്റെ സഹായം അലീനയ്ക്ക് വേണം. അപ്പോൾ അലീന അതാണ് മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് വൈജയാണെങ്കിൽ ഇരുന്നിടത്തിരുന്ന് കഴിക്കത്തേ ഉള്ളല്ലോ. എന്തായാലും ബബിത ഇപ്പോൾ അലീനയുടെ കൂടെ കൂടിയതുകൊണ്ട് അത്യാവശ്യം മുറിയൊക്കെ വൃത്തിയാക്കാൻ, അതുപോലെ അടുക്കളയിൽ കയറി കമലയുടെ കൂടെ ഓരോന്ന് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ വൈജ മുറിക്കകത്ത് കയറി ഇരുന്ന് ഇങ്ങനെ കഴിപ്പും ഇരിപ്പും ഒക്കെ ആയിട്ട് അത് കമലയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല. കമല എന്നിട്ട് അത് ശിവനോട് പറയുന്നുണ്ട്. ശിവനാണെങ്കിൽ നീ വിട്ടുകളാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ചുമ്മാ ഇരുന്ന് തിന്നുന്നത് കാണുമ്പോൾ കമലയ്ക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ. ഈ സമയത്ത് മനുവും അലീനയും കൂടി പോയി നമ്മുടെ ബാലേട്ടനെ വിളിച്ചുകൊണ്ട് വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബാലേട്ടൻ ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു ഇതായിരുന്നു അവർക്ക് രണ്ടുപേർക്കും പേടി. ബാലേട്ടൻ വരില്ല എന്ന് തന്നെ അവർ വിചാരിച്ചിരുന്നത്. ഈ സമയത്ത് പറഞ്ഞതനുസരിച്ച് മനുവും അലീനയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത്, അതുപോലെ രോഹിത്തും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. നേരെ ചെന്ന് ബാലേന്ദ്രൻ അങ്കിളിനോട് സംസാരിക്കാം, എന്നിട്ട് അദ്ദേഹത്തിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ളത്. അങ്ങനെ മനു നമ്മുടെ ബാലേട്ടനെ കാണാനായിട്ട് പോവുക കേട്ടോ. അങ്ങനെ ബാലേട്ടനെ കാണാനായിട്ട് ചെന്നു. ബാലേട്ടനെ നേരം ഒറ്റയ്ക്കുള്ളല്ലോ. അപ്പോൾ തന്നെയുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ടെങ്കിലേ എന്ന് ചോദിച്ചപ്പം വളരെ ബോറാടാവേ, എപ്പോഴാണ് അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. അതെയോ നീ ഇനി അവളെ അവിടെ സ്ഥിരതാമസമാക്കാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലേ, പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു തോന്നലും കൂടെ വേണ്ടേ അങ്ങളെ, അതുകൊണ്ടല്ലേ അവർ വരാത്തെ. ആഹാ അപ്പം ഞാനാണോടാ എല്ലാത്തിനും പ്രശ്നം എന്ന് ബാലേട്ടൻ്റെ ഒരു ചോദ്യം കൂടി. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല അങ്ങളെ എന്ന് പറയാണ്. അല്ല നീ ഇപ്പം എന്തിനാ വന്നേ? ഞാൻ അങ്ങളിനെയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം നിൻ്റെ അമ്മ കമലയിടത്തി അവിടെ ഭദ്രകാളി തുള്ളാനായിട്ടല്ലേ? ഇനിയിപ്പം അവരുടെ അടിയും കൂടി നീ എന്നെ കൊള്ളിക്കോടാ എന്ന് ചോദിച്ചിങ്ങനെ മനുവിനോട് ചോദിക്കാം. അല്ലെങ്കിലേ അവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ അങ്ങളിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അലീനയും അതുപോലെ രോഹിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അതിനുശേഷം എടുത്ത തീരുമാനമാണ് ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവർക്ക് വരാൻ തോന്നുമ്പോൾ അവരിങ്ങോട്ട് വരട്ടെ, അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് അങ്ങ് കഴിഞ്ഞു കൂടിപ്പോയി കൊളാടാവേ എന്നൊക്കെ പറയുവാണ്. പിന്നെ അലീന പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബാലേട്ടൻ ഇങ്ങനെ മനുവിനോട് പറയാം. അപ്പോൾ പോകണം എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അവളുടെ തീരുമാനവും അത് തന്നെയാണെന്ന കാര്യം ഇങ്ങനെ ബാലേട്ടനോട് നമ്മുടെ മനു പറയുന്നു. അതുപോലെ മനുവിനോട് ബാലേട്ടനും പറയുന്നു. അപ്പോൾ അലീന പോകാതിരിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുക. അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വൈജാൻറ്റി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഹറാസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം. ഇതൊക്കെ സഹിച്ച് അവൾ എങ്ങനെ അവിടെ നിൽക്കുന്നടാവേ എന്നും നേരം ബാലേട്ടൻ ചോദിച്ചു. അതാണല്ലോ അങ്കിളെ അലീന, അതാണല്ലോ അലീനയുടെ പ്രത്യേകത എന്നും പറഞ്ഞ് ഇങ്ങനെ നേരം പറയാം നമ്മുടെ മനു. എന്തായാലും അങ്കിളുമായിട്ട് സംസാരിച്ച് നമ്മുടെ മനു എന്നിട്ട് അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോൾ വൈജയും മക്കളും എല്ലാവരും വന്ന് അങ്ങനെ ഇരിപ്പുണ്ട്. കമലയും വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അലീനയാണ് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അലീന വെച്ച് വിളമ്പി കൊടുക്കുന്നത് എല്ലാവർക്കും കഴിക്കാം, വൈജയ്ക്ക് മാത്രം അത് ചതുർത്ഥി, അത് വേണ്ട എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലീനയെ കുറ്റപ്പെടുത്തി വൈജ ഇങ്ങനെ നാണോ മാനോ ഇല്ലാത്തവൾ വലിഞ്ഞു കയറി കിടക്കുകയാണ്, കെട്ടിക്കയറി കിടക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കമലയും അതിനൊത്തൊത്ത് പിടിക്കുവാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവളുമാരും അല്ലെങ്കിൽ ഉള്ളവന്മാരുടെയൊക്കെ കൂട്ട് ഒരിക്കലും നന്നാവില്ല എന്നും അപ്പോൾ അവർ നശിച്ചു പോകുമെന്നും ഒക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ വൈജ. ഓരോരുത്തർ പറയുന്നത് കേൾക്കാതെ, ഓരോരുത്തർ പറയുന്നത് അനുസരിക്കാതെ, കണ്ടവളുമാരുടെ ഒക്കെ വാക്കും കേട്ട് നടന്നാലേ ഇതല്ല ഇതിനപ്പുറവും വരും. പിന്നെ ഓരോരുത്തരുടെ വാക്കുകൾ കേട്ട് പുറകെ പോയിട്ട് അനുഭവിക്കുന്നവരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെന്നാ വൈജ നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ നിന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ ഹരിയെ കൊളുത്തിയാണ് പറഞ്ഞതെന്നാണ് കമല വിചാരിച്ചത്. പക്ഷേ ഈ പറയുന്ന വൈജ കൊളുത്തിയത് നമ്മുടെ അലീനയാണ്. അലീനയുടെ വാക്ക് കേട്ട് അലീനയുടെ പിറകെ പോയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ഗതി വന്നത് എന്നാണ് വൈജ പറഞ്ഞത്. ആ സമയത്ത് നമ്മുടെ മനു അവിടെ കൃത്യമായിട്ട് ഇടപെട്ടു.
ആൻറ്റി ആരെ കൊള്ളിച്ച് പറഞ്ഞാലും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്, അത് അമ്മയ്ക്ക് കൊണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയാം. അപ്പം തൻ്റെ വീട്ടിൽ വന്നിരുന്ന തൻ്റെ വീട്ടിലെ ഭക്ഷണവും വെട്ടി വിഴുങ്ങി തൻ്റെ മക്കളെ കുറ്റം പറയുന്നത്, പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്ന മകനെ കുറ്റം പറയുന്ന വൈജയെ കമല അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. അല്ലെങ്കിലും നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. കമല പിന്നെ അവിടെ കിടന്ന് വഴക്കായി. അതായത് വൈജയോട് പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. എൻ്റെ കമലയെ നീ വഴക്കുണ്ടാക്കാതിരുന്ന് കഴിക്കാൻ പറഞ്ഞു. നിങ്ങളൊക്കെ കഴിക്കോ കമത്തുവോ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടായിരുന്ന ഭക്ഷണവും വലിച്ചെറിഞ്ഞിട്ടിട്ട് കമല മുറിയിലേക്ക് കയറിപ്പോയി. അപ്പം നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു വൈജയ എന്ന നേരം ശിവേട്ടൻ ചോദിക്കുന്നു. അതിന് ഞാൻ എന്നാ പറഞ്ഞു? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ, നീ നിൻ്റെ വാ തുറക്കാതിരുന്നാൽ അത്രയും നല്ലത് എന്ന നേരം പറയുവാണ് ഈ പറയുന്ന നമ്മുടെ ശിവൻ. അപ്പം രോഹിത്തും ബബിതയൊക്കെ അമ്മ ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു. അമ്മയുടെ അഹങ്കാരം ഇതിനൊക്കെ കാരണമെന്ന് രോഹിത്തും അന്നേരം പറയും. അപ്പം മനു ഇങ്ങനെ നോക്കുവാണ്. അന്നേരം വൈജ തുറച്ച് നോക്കുന്നത് അലീനയെ. ഇവൾ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞു. ചുമ്മാ പോയാലും വെറുതെ വിടില്ല വൈജ നമ്മുടെ അലീനയെ. അതിൻ്റെ തലയിൽ ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ ചുമത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അലീന ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുവാണ്. കുറ്റങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞൊരു ശരീരം അവിടെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഡൈനിങ് ടേബിളിലെ സംസാരം കൂടി ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് പിന്നെ അവിടെ നിൽക്കണമെന്ന് തീരെ ആഗ്രഹം ഇല്ലാണ്ടായി. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ അത് മനുവിനോട് ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് ഇവിടുന്ന് പോകണം മനുവേട്ടാന്ന്. പിന്നെ നമ്മുടെ മനുവിനെ കാണാനായിട്ട് അലീന ചെല്ലുക. ഇങ്ങനെ അലീന ചെല്ലും. അപ്പോൾ മനു അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനുവേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളതെന്നും ഞാനിവിടെ നിന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പറയാം. ഇവിടുന്ന് പോകും അതെനിക്കറിയാം, അത് നേരെ കടപ്പാട്ടൂരോട്ടൊക്കെയല്ലേ പോകണമെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് അവിടെ നിന്നും പോകണം എന്ന് പറയാണ്. ഞാനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഞാനെന്നൊരു വ്യക്തി നിൽക്കുന്നിടത്തോളം ഈ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നീ പോയാൽ ഈ പ്രശ്നങ്ങൾ തീരുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്നും മനു ചോദിക്കുമ്പം ഞാൻ പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മനുവേട്ടായത്, ഞാൻ പോയില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ തീരാതെ പോകുന്നതെന്ന് അലീന മനുവിനോട് പറയുവാണ്. ആട്ടെ ശരി, നീ പോയാൽ പ്രശ്നങ്ങൾ തീരുമോ? ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ നീ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. പോകണം, അതാണ് പ്രശ്നം മനുവേട്ടാ. പോകണം എന്നുള്ളതല്ലാതെ എങ്ങോട്ട് പോകണം എന്നൊരു ധാരണ എനിക്കില്ല എന്ന് അലീന മനുവിനോട് പറയാം. അപ്പം അതിനാണ് എനിക്ക് മനുവേട്ടൻ്റെ സഹായം വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഇവിടെ നിന്ന് പോകണം എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനൊരു വഴി മനുവേട്ടൻ കാണിച്ചു തരണമെന്നും അലീന പറയാം. അപ്പം നീ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളും അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം അങ്കിൾ എല്ലാവരോടും പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പം അത് പറയട്ടെ, അത് പറയുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്നും ഇങ്ങനെ നീറി പോകുന്നതിനേക്കാളും ആ ഒരു കാര്യം എല്ലാവരും അറിയുന്നതല്ലേ മനുവേട്ടാ നല്ലതെന്ന് ചോദിച്ചു അലീന. അപ്പം ബാലൻ ഇത് പറയാതിരിക്കാനുള്ള വഴി ശിവനും രാജീവനും കൂടെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ബാലൻ ഇത് പറഞ്ഞാൽ പെങ്ങൾ ചാകുമോ അല്ലെങ്കിൽ എന്നാ സംഭവിക്കാൻ പോകുന്നു ഇതൊന്നും ഇവർക്കറിയില്ല. ഇവർക്ക് പേടിയാണ്. ഇവർ പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുന്നത്. വൈജയെന്ന് പറയുന്ന ഒരു അഗ്നി പർവ്വതം അത് എങ്ങനെ പൊട്ടും എന്നിവർക്ക് അറിയില്ലാത്തത് കൊണ്ട് അതിനെ തടുക്കാനായിട്ട് അവരവിടെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഈ സമയത്ത് മനു പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. നിനക്ക് എന്താണോ ആഗ്രഹം അത് നീ എന്നോട് പറഞ്ഞോ, എന്നെ കഴിയുന്ന രീതിയിൽ ഞാനത് സാധിച്ചുതരാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നീ പോകരുതെന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ മനു കുറേയൊക്കെ ഉപദേശിച്ചെങ്കിലും താൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് മാറാൻ തയ്യാറാകാതെ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കാൻ പോകണം, എനിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ സംസാരം ഇതെല്ലാം കഴിഞ്ഞു. വൈജ മുറിയിൽ പോയിരിക്കും. അപ്പോൾ വൈജ ഉപദേശിക്കാനായിട്ട് മക്കൾ ചെല്ലുവാണ്. അമ്മ എന്തു ഭാവിച്ച, അമ്മ എന്ത് കരുതിയിട്ടേ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇത് അമ്മയുടെ വീടല്ല അമ്മയ്ക്ക് ഇങ്ങനെ അഹങ്കാരം കാണിക്കാനായിട്ട്, കമലാൻ്റിയുടെ വീട്ടിൽ വന്നു നിന്ന് അമ്മ എന്തിനും ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ മക്കൾ വൈജ ഉപദേശിക്കും ഇറങ്ങി പോടിയെന്നും പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ വീടാണ്, എനിക്കുള്ള അധികാരം നിനക്കൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞു പിള്ളേരെ കുറേ പേടിപ്പിച്ചിറക്കി വിട്ടു. എന്ത് ചെയ്താലും നന്നാവില്ല എന്ന് സ്വയം തീരുമാനം എടുത്ത ഒരാളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പിള്ളേർക്കും മനസ്സിലായി. ഇത് കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് കലി കയറിയിരിക്കുന്ന കമലയുടെ അടുത്തേക്ക് ശിവൻ ചെന്നപ്പോഴത്തേക്കും കമലയെ അവിടെ എല്ലാം കൂടെ അടിച്ച് പൊളിക്കുക. അവൾ ആരാ എൻ്റെ മകനെ പറയാൻ, എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മൂക്കുമുട്ട വിഴുങ്ങിയിട്ട് എൻ്റെ കുഞ്ഞിനെ പറയാൻ അവൾക്ക് എന്താ യോഗ്യത, അവക്കടെ മോനും അതിനകത്ത് പങ്കാളിയല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. അന്നേരം കമല നീ ഒന്ന് നിർത്തുന്നു പറഞ്ഞ് ശിവേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വായ അടപ്പിക്കാൻ നോക്കണ്ട, ആദ്യം പെങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കുക. സ്വന്തം കെട്ടിയോനെയും മക്കളെയും നോക്കാൻ കഴിവില്ലാതെ അഹങ്കാരത്തോടു കൂടി തന്നിഷ്ടത്തിന് നടക്കുന്ന അവൾക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ വന്ന് എൻ്റെ മോനെ പറയാനെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗ്.
അങ്ങനെ ശിവനും കമലയും കൂടി ലാസ്റ്റ് വൈജ അടിച്ചിറക്കുന്ന രീതി വരെ വൈജ എന്നെ കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിച്ചു വെച്ചിരിക്കുക. ഇനി എന്തായാലും വൈജയുടെ കാര്യം ഗോവിന്ദ. ഒന്നെങ്കിൽ വൈജ നന്നാവും, ഇല്ലെങ്കിൽ വൈജ ഇതോടുകൂടി തീരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശേഷങ്ങളും വരാനുണ്ട് കേട്ടോ. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ, എല്ലാവരും കാത്തിരുന്ന് കാണണേ. ഡയലോഗുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും നമ്മുടെ കഥയിലെ സിറ്റുവേഷൻസ് എല്ലാം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ, സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ.